അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് കെമിക്കൽ ബോണ്ടിങ്ങിലെ sp2 ഹൈബ്രിഡൈസേഷനാണ്. sp3 പറഞ്ഞു, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു, ദെൻ sp2 പറഞ്ഞു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് sp ഹൈബ്രിഡൈസേഷൻ. ഓർമ്മയുണ്ട്? ഈ ഹൈബ്രിഡൈസേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദിസ് ഹൈബ്രിഡൈസേഷൻ ഈസ് ഫോംഡ് ബൈ ദ ഇൻ്റർമിക്സിംഗ് ഓഫ് 1s ആൻഡ് 1p ഓർബിറ്റൽ. ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും തമ്മിൽ ഇൻ്റർമിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഹൈബ്രിഡൈസേഷൻ ഉണ്ടാകുന്നത്. ആസ് എ റിസൾട്ട് 2 ഇക്വലൻറ്റ് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആർ ഫോംഡ്. 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാകും. ദീസ് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആർ ഡയറക്റ്റഡ് എലോങ് എ ലൈൻ. അറിയാം, ഒരു ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എടുക്കുമ്പോൾ ഒരു വലിയ ലോബും ഉണ്ടാവും, ഒരു ചെറിയ ലോബും ഉണ്ടാവും. അപ്പോൾ ഒരു sp അടുത്ത sp, അപ്പോൾ 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? sp hybridization is formed by the intermixing of 1 s orbital and 1 p orbital. അപ്പോൾ the intermixing of 1 s orbital and 1 p orbital to form 2 orbitals of equivalent energy is called sp hybridization. These sp hybridized orbitals are directed along a line making an angle 180 degree. അതുകൊണ്ട് ഈ ഹൈബ്രിഡൈസേഷൻ വിളിക്കുന്ന വേറൊരു പേരാണ് ലീനിയർ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നമുക്കറിയാം, ഇതിനകത്ത് 2 p ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തിട്ടില്ല. ആ 2 p ഓർബിറ്റലുകളെന്ന് പറയുന്നത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. ഇത് sp അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 2 p ഓർബിറ്റൽസ് ഇങ്ങനെ അവിടെ ഉണ്ടാവും. കണ്ടാ, ഈ 2 എണ്ണം അൺഹൈബ്രിഡൈസ്ഡ് ആണ്. ഇതാണ് sp ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റഡ് അലോങ് എ ലൈൻ മേക്കിംഗ് ആൻ ആംഗിൾ 180 ഡിഗ്രി. ഒന്നുകൂടെ പറയാം. sp ഹൈബ്രിഡൈസേഷൻ ഈസ് ഫോംഡ് ബൈ ദ ഇൻ്റർമിക്സിംഗ് ഓഫ് 1s ആൻഡ് 1p. As a result, 2 equivalent sp hybridized orbitals are formed. The sp hybridized orbitals are directed along a line making an angle 180 degree. So the hybridization is otherwise called linear hybridization. ഇനി എക്സാമ്പിൾ നോക്കാം. നമ്മൾ ബെറിലിയം ഡൈഫ്ലൂറൈഡ് എടുക്കുകയാണ്, BeF2. ഈ മോളിക്യൂളിലെ സെൻട്രൽ ആറ്റം Be ആണെന്നറിയാം. ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ 1s2 2s2. വരച്ച് കാണിക്കുമ്പോൾ 1s2 2s2. അടുത്ത 2p വേക്കൻ്റ് ആണ്. ഇത് 1s, ഇത് 2s, ഇത് 2p, 2px 2py 2pz. ബെർലിയം ഒരു ഡൈവാലൻ്റ് എലമെൻ്റ് ആണ്. അപ്പോൾ ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ദ ഡൈവാലൻസി ഓഫ് ബെർലിയം, വൺ ഓഫ് ദ ഇലക്ട്രോൺ ഫ്രം 2s ഈസ് പ്രൊമോട്ടഡ് ടു 2p. ഈ 2sൽ നിന്നും ഒരു ഇലക്ട്രോണിനെ കൂടെ 2pയിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അതായത് ബെർലിയത്തിൻ്റെ എക്സൈറ്റഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ബെർലിയത്തിൻ്റെ എക്സൈറ്റഡ് കോൺഫിഗറേഷൻ EC എക്സൈറ്റഡ് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ 1s2 2s1 ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്ത് 2px 2py 2pz ഇങ്ങനെ പോകും. ഈ 2 എണ്ണം, ഈ 2 ഓർബിറ്റൽസ് എസും പിയും കൂടെ ഇൻ്റർമിക്സ് ചെയ്തുകൊണ്ടാണ് 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാകുമ്പോൾ ഈ ഓരോ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും ഫ്ലൂറിൻ 9 ആണ്. 1s2 2s2 2px 2py 2pz. അപ്പോൾ നമ്മൾ
ഇങ്ങനെ വരും. 2, 4, 6, 8, 9. ഈ ഓരോ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഓഫ് ബെർലിയത്തിൻ്റെ ഓരോ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും ഫ്ലൂറിൻ്റെ 2p ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ ഈ sp ഹൈബ്രിഡൈസേഷൻ്റെ ഡയഗ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് sp ഹൈബ്രിഡൈസ്ഡ്. ഈ ഒരു sp എന്ന് പറയുന്നത് ഫ്ലൂറിൻ്റെ പിയുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ഇതും ഫ്ലൂറിൻ്റെ പിയുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കാത്ത 2 എണ്ണം ഇങ്ങനെ നിൽക്കും. അപ്പോൾ കണ്ട എലോങ് എ ലൈൻ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഈ ഹൈബ്രിഡൈസേഷനകത്ത് ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, ഇവിടെ ഒരു സിഗ്മ ബോണ്ട്. അപ്പോൾ നമ്മൾ BeFT എടുക്കുമ്പോൾ ഇങ്ങനെയാണ് BeF2 കണ്ടാ, ഇതൊരു സിഗ്മ ബോണ്ട്, ഇതൊരു സിഗ്മ ബോണ്ട്. അപ്പോൾ നമ്മൾ ബെർലിയം ഡൈഫ്ലൂറൈഡിൻ്റെ ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ഇൻ BeF2 ദ സെൻട്രൽ ആറ്റം ഈസ് Be, സെൻട്രൽ ആറ്റം Be ആണ്. ആൻഡ് ഹാസ് ഗ്രൗണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2. ടു എക്സ്പ്ലെയിൻ ഓർ ടു അക്കൗണ്ട് ദ ഡൈവാലൻസി ഓഫ് ബെർലിയത്തിൻ്റെ ഡൈവാലൻസി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി one of the electron from 2s is promoted to the vacant 2p orbital. 2pയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടും. ഇനി these 2 orbitals, ഈ 2 ഓർബിറ്റലും അതായത് 2sഉം 2pയും, these 2 orbitals hybridized to give 2sp. അത് രണ്ടും കൂടെ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് 2sp 2sp sp എന്ന് പറയുന്ന 2 എണ്ണം 2sp hybridized orbitals is formed ഉണ്ടാവും. വിച്ച് ആർ ഓറിയൻറ്റഡ് എ ലീനിയർ അറേഞ്ച്മെൻറ്റ്. അതിനെ ഓറിയൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ലീനിയർ അറേഞ്ച്മെൻ്റ് ആയിട്ടാണ്. നമുക്കറിയാം ഈച്ച് ഓഫ് ദ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഓഫ് Be, ബെർലിയത്തിൻ്റെ ഓരോ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകളും ഓവർലാപ്പ് ചെയ്യുന്നു വിത്ത് 2p ഓർബിറ്റൽ ഓഫ് ഫ്ലൂറിൻ ആറ്റം. അതിൻ്റെ ഫലമായി ടു ഫോം 2 BeF ബോൺസ്, 2 BeF ബോൺസ് ഉണ്ടാവും. ഓഫ് ആൻ ആംഗിൾ 180 ഡിഗ്രി ഉള്ള ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഇതൊരു ബെർലിയം ഡൈഫ്ലൂറൈഡ് മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ്റെ വിശദീകരണമാണ് ഈ പറഞ്ഞത്. മനസ്സിലായല്ലോ? പരീക്ഷയ്ക്ക് എക്സ്പ്ലെയിൻ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് BeF2 എന്നോ അല്ലെങ്കിൽ BeF2 ഹാസ് ലീനിയർ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ sp ഹൈബ്രിഡൈസേഷൻ, ആർ യു എഗ്രി, സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെയാണ് എഴുതേണ്ടത്. ആ മോളിക്യൂളിലെ സെൻട്രൽ ആറ്റം ഇന്നതാണ്, അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ഇന്നതാണ്, ആ എലമെൻറ്റിൻ്റെ ഡൈവാലൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ 2sലുണ്ടായിരുന്ന ഒരു ഇലക്ട്രോണിനെ വേക്കൻ്റ് ആയിട്ടുള്ള 2pയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയണം. തുടർന്ന് ആ 2 ഓർബിറ്റലുകൾ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യുന്നു എന്ന് പറയണം. അപ്പോൾ 2 sp ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ഉണ്ടാവുമെന്ന് പറയണം. ഇനി ഈ ഓരോ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും ഫ്ലൂറിൻ്റെ 2p ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. അങ്ങനെ 2 സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ലീനിയർ അറേഞ്ച്മെൻറ്റ് ഉണ്ടാകുന്നു. അതാണ് sp ഹൈബ്രിഡൈസേഷൻ. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈത്തൈൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. CH ട്രിപ്പിൾ ബോണ്ട് CH, ഈത്തൈൻ. ഇതാണ് അടുത്ത് നമുക്ക് നോക്കേണ്ടത്. ഈ മോളിക്കൂൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഇതിനകത്ത് ഈ ഒരു കാർബൺ ആറ്റവും തമ്മിൽ ബോണ്ടുണ്ട്. പിന്നെ ഈ കാർബൺ ആറ്റത്തിന് ഈ ഹൈഡ്രജൻ ആറ്റമായിട്ടും ബോണ്ടുണ്ട്, ഈ കാർബൺ ആറ്റത്തിന് ഈ ഹൈഡ്രജൻ ആറ്റമായിട്ടും ബോണ്ടുണ്ട്. അപ്പോൾ കാർബണിൻ്റെ കോൺഫിഗറേഷൻ അറിയാം, 1s2 2s2 ഇങ്ങനെയാണ്. അപ്പോൾ കാർബൺ ടെട്രാവാലൻ്റ് എലമെൻ്റ് ആണ്. അപ്പോൾ കാർബണിൻ്റെ ടെട്രാവാലൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 2s എന്നൊരു ഇലക്ട്രോണിനെ കൂടെ പ്രൊമോട്ട് ചെയ്ത് ഇവിടെ എഴുതും. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എഴുതും. ഇങ്ങനെ എഴുതും. എക്സൈറ്റഡ് കോൺഫിഗറേഷനിലാകുമ്പോൾ കാർബണിൽ 1s2
2s2 ഒരു ഇലക്ട്രോണും കൂടെ അവിടുന്ന് ഈ 2p വരും. ഇങ്ങനെ വരും. ഇനി ഈ അസറ്റിലീൻ മോളിക്യൂളിൽ ഇതിനെ വിളിക്കുന്ന വേറെ പേര് അസറ്റിലീൻ എന്നാണ്. അസറ്റിലീൻ എന്നാണ്. ഈ ഈത്തൈൻ മോളിക്യൂളിലെ അല്ലെങ്കിൽ അസറ്റിലീൻ മോളിക്യൂളിലെ ഈച്ച് കാർബൺ ആറ്റംസ് ആർ അണ്ടർ sp ഹൈബ്രിഡൈസേഷൻ. ഈ ഓരോ കാർബൺ ആറ്റങ്ങളും sp ഹൈബ്രിഡൈസേഷനിലാണ്. ഈച്ച് കാർബൺ ആറ്റം അണ്ടർഗോ sp ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഈ കാർബൺ ആറ്റവും sp ഹൈബ്രിഡൈസേഷനിലാണ്, ഈ കാർബൺ ആറ്റവും sp ഹൈബ്രിഡൈസേഷനിലാണ്. അപ്പോൾ ഈ കാർബൺ sp എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 sp ഉണ്ടായിരിക്കും. ഈ കാർബണിനകത്തും 2 sp ഉണ്ടായിരിക്കും. ഇനി ഈ കാർബണിൻ്റെ ഒരു sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും ഈ കാർബണിൻ്റെ ഒരു sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. ശേഷിക്കുന്ന ഈ കാർബണിൻ്റെ ഒരു sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായും ഈ കാർബണിലെ ഒരു sp ഈ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായും ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വരച്ചു നോക്കാം. sp ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ ജോമെട്രി നമ്മൾ വരയ്ക്കും, ലീനിയർ ജോമെട്രിയാണ്. ഒരു കാർബണിൻ്റെത്, അടുത്ത കാർബണും ഇതുപോലെ sp ആണ്. അപ്പോൾ ഈ കാർബണിലെ ഒരു sp അടുത്ത കാർബണും നമ്മൾ വരയ്ക്കുമ്പോൾ അടുത്ത കാർബണും sp ഹൈബ്രിഡൈസേഷനിലാണ്. ഇൻ ഈത്തൈൻ മോളിക്യൂൾ ബോത്ത് ദ കാർബൺ ആറ്റംസ് അണ്ടർഗോ sp ഹൈബ്രിഡൈസേഷൻ. 2 കാർബൺ ആറ്റങ്ങളും sp ഹൈബ്രിഡൈസേഷനിലാണ്. അപ്പോൾ ഇതൊരു sp, ഇതൊരു sp. അടുത്ത കാർബണിൽ ഇതൊരു sp, ഇതൊരു sp. പോയിട്ട് 2p ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാതെ ഇവിടെ ബാക്കിയുണ്ട്, അത് നമ്മൾ വരച്ചിട്ടില്ല. ഇനി ഈ കാർബണിൻ്റെ ഒരു sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും അടുത്ത കാർബണിൻ്റെ ഒരു sp ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരയ്ക്കും നമ്മൾ. ഇനി ഈ കാർബണിലെ അടുത്ത sp ഓർബിറ്റൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ 1s ഒന്നുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ഇതിനകത്തതും അടുത്ത ഹൈഡ്രജൻ്റെ 1s ഓവർലാപ്പ് ചെയ്യും. ഇനി ഇതിനകത്ത് ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്നുണ്ട്. ഇതിലും ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്നുണ്ട്. അപ്പോൾ ഈ 2 കാർബൺ ആറ്റങ്ങളുടെയും sp ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, ഈ sp-യും ഈ h-ഉം തമ്മിലൊരു സിഗ്മ ബോണ്ട്, ഇതും ഒരു സിഗ്മ ബോണ്ട്. ഇതാണ്ടേ ഈ 2 ഓർബിറ്റലുകൾക്ക് സൈഡ് വൈസായിട്ട് ഓവർലാപ്പ് ചെയ്യാം. ഇതിനും കൂടെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യാം. അപ്പോൾ ഒരു പൈ ബോണ്ട്. ഇതിനും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യാം, അപ്പോഴും ഒരു പൈ ബോണ്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പിൾ ബോണ്ട് CH. ഈ സിയും എച്ചും തമ്മിലുള്ള ബോണ്ടാണിത്, സിഗ്മ. ഈ ബോണ്ടാണിത്, സിഗ്മ. ഇനി കാർബണും കാർബണും തമ്മിൽ ഈ ഓവർലാപ്പിംഗ് ഉണ്ട്, സിഗ്മ. അതായത് പൈ, ഇത് പൈ. അപ്പോൾ ഈ മോളിക്യൂളിനകത്ത് 1, 2, 3 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും ഉണ്ട്. അപ്പോൾ അസറ്റിലൈൻ മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും, ഇൻ ദ ഫോർമേഷൻ ഓഫ് ഈത്തൈൻ മോളിക്യൂൾ ബോത്ത് ദ കാർബൺ ആറ്റംസ് അണ്ടർഗോ sp ഹൈബ്രിഡൈസേഷൻ. ഈത്തൈൻ മോളിക്യൂളിൻ്റെ ഫോർമേഷനിൽ 2 കാർബൺ ആറ്റങ്ങളും sp ഹൈബ്രിഡൈസേഷനിലാണ്. One of the sp hybrid orbitals of one carbon overlap with one of the sp hybrid orbital of other carbon. One of the sp hybrid orbital of a carbon overlap with the other sp hybrid orbital of other carbon. ഒരു കാർബണിലെ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ മറ്റേ കാർബണിലെ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുമായി ഓവർലാപ്പ് ചെയ്യുന്നു ടു ഫോം എ CC കാർബൺ കാർബൺ സിഗ്മ ബോണ്ട്. ഇനി ദ അതർ sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓഫ് ഈച്ച് കാർബൺ, 2 കാർബണിലെയും ശേഷിക്കുന്ന sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓവർലാപ്പ് വിത്ത് 1s ഓർബിറ്റൽസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 1s ഓർബിറ്റൽസുമായി ഓവർലാപ്പ് ചെയ്യുന്നു ടു ഫോം CH
സിഗ്മ ബോൺസ് ഉണ്ടാകുന്നു. ദ അൺഹൈബ്രിഡൈസ്ഡ് 2p ഓർബിറ്റൽസ് ഓഫ് ഈച്ച് കാർബൺ, രണ്ട് കാർബണിലെയും അൺഹൈബ്രിഡൈസ്ഡ് 2p ഓർബിറ്റൽസ്, ഇത് അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 2p ഓർബിറ്റൽസ് എന്ത് ചെയ്യുന്നു? ഓവർലാപ്പ് സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. എന്നിട്ട് കാർബൺ പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. ദസ് നമുക്ക് പറയാം അസറ്റിലിൻ മോളിക്യൂൾസ് കണ്ടെയ്ൻസ് എ കാർബൺ സിഗ്മ ബോണ്ട് ആൻഡ് 2 കാർബൺ പൈ ബോണ്ട്സ്. ഇനി ദ ബോണ്ട് ആംഗിൾ നമുക്കറിയാം ലീനിയർ മോളിക്യൂളാണ്, 180 ആണ്. ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ പറഞ്ഞാൽ ലീനിയർ ഷേപ്പ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈതൈൻ മോളിക്യൂളിലെ ഹൈബ്രിഡൈസേഷൻ മനസ്സിലായല്ലോ. ഇൻ ദിസ് മോളിക്യൂൾ ബോത്ത് ദ കാർബൺ ആറ്റംസ് അണ്ടർഗോ sp ഹൈബ്രിഡൈസേഷൻ. രണ്ട് കാർബൺ ആറ്റങ്ങളും sp ഹൈബ്രിഡൈസേഷനിലാണ്. വൺ ഓഫ് ദ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഓഫ് എ കാർബൺ ആറ്റം ഓവർലാപ്പ് വിത്ത് ദ അതർ sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് അതർ കാർബൺ ആറ്റം ടു ഫോം എ കാർബൺ സിഗ്മ ബോണ്ട്. ഓവർലാപ്പ് ചെയ്തുകൊണ്ട് കാർബൺ സിഗ്മ ബോണ്ട് ഉണ്ടാക്കും. ദ റിമൈനിങ് sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓഫ് ഈച്ച് കാർബൺ, ഓരോ കാർബണിലെയും ശേഷിക്കുന്ന sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓവർലാപ്പ് വിത്ത് 1s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ടു ഫോം കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നു. ദ അൺഹൈബ്രിഡൈസ്ഡ് 2p ഓർബിറ്റൽസ് ഓഫ് ഈച്ച് കാർബൺ, രണ്ട് കാർബണിലെയും അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 2p ഓർബിറ്റൽസ് ഓവർലാപ്പ് സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ടു ഫോം കാർബൺ പൈ ബോണ്ട്സ് ഉണ്ടാകുന്നു. ദ മോളിക്യൂൾ ഈസ് ഡയറക്റ്റഡ് അലോങ് എ ലൈൻ സോ ഹാവിംഗ് ലീനിയർ ജോമെട്രി. sp ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ലീനിയർ ജോമെട്രി വരുന്ന മോളിക്യൂളുകളുടെയൊക്കെ ഹൈബ്രിഡൈസേഷൻ നമുക്ക് sp ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാൻ പറ്റും. അടുത്ത് നമ്മളൊരു മോളിക്യൂൾ എടുക്കുന്നു, PCl5. ഈ മോളിക്യൂളിലെ സെൻട്രൽ ആറ്റം P, ആറ്റമിക് നമ്പർ 15. കോൺഫിഗറേഷൻ എഴുതുന്നു 1s2, 2s2, 2p6, 3s2, 3px, 3py, 3pz. 6 4 12 12 13 14 15. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷനാണ്. തൊട്ടടുത്ത ഓർബിറ്റിൽ നമുക്കറിയാം 3D ആണ്. അപ്പോൾ ഫോസ്ഫറസിൻ്റെ പെൻറ്റാവാലൻസ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ ഫോസ്ഫറസിൻ്റെ പെൻറ്റാവാലൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ 3s നിന്നും ഒരു ഇലക്ട്രോണിനെ കൂടെ പ്രൊമോട്ട് ചെയ്ത് വേക്കൻ്റ് ആയിട്ടുള്ള 3D ഓർബിറ്റൽസ് കൊണ്ടുവരും. ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ തൊട്ടേ വരയ്ക്കുന്നുള്ളൂ. 3s 3p d ഓർബിറ്റൽസ് 5 എണ്ണമാണെന്ന് അറിയാമല്ലേ. dxy, dxz, dyz, dx സ്ക്വയർ മൈനസ് y സ്ക്വയർ, dz സ്ക്വയർ. dxy, dxz, dyz, dx സ്ക്വയർ മൈനസ് y സ്ക്വയർ, dz സ്ക്വയർ. ഇതൊക്കെ അറ്റമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 5 d ഓർബിറ്റൽസ് ആണ്. ഒരെണ്ണത്തിൽ 2 വെച്ച് ഡിയിൽ മൊത്തം 10, അല്ലെങ്കിൽ 10th നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ ഇത് 3D. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷനാണ്. എക്സൈറ്റഡ് കോൺഫിഗറേഷൻ വരുമ്പോൾ 1s2, 2s2, 2p6, 3s1, 3px1, y1, z1, 3D. ഈ ഡി ഓർബിറ്റൽസ് ഉണ്ട്. ഒരെണ്ണം പ്രൊമോട്ട് ചെയ്ത് ഡിയിലോട്ട് വരും, ഒരെണ്ണം പ്രൊമോട്ട് ചെയ്ത് നമ്മൾ ഡി എന്ന് പറയുന്ന ഓർബിറ്റൽസിനകത്തോട്ട് വരും. അപ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഫോസ്ഫറസിൻ്റെ പെൻറ്റാകോവാലൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എസും ഈ 3 പിയും ഈ ഡിയും കൂടെ
ഇത്രയും കൂടെ അങ്ങ് ഹൈബ്രിഡൈസ് ചെയ്യും. അപ്പോൾ sp3d d1 മീൻസ് d. അപ്പോൾ sp3d. അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കുന്ന ഹൈബ്രിഡൈസേഷൻ sp3d ഹൈബ്രിഡൈസേഷൻ. sp3d ഹൈബ്രിഡൈസേഷൻ ഇങ്ങനെ പറയാം. ദിസ് ഹൈബ്രിഡൈസേഷൻ ഈസ് ഫോംഡ് ബൈ ദ ഇൻ്റർമിക്സിംഗ് ഓഫ് 1s 3p and 1d. As a result, 5 equivalent sp3d hybridized orbitals are formed. അങ്ങനെ 5 sp3d hybridized orbitals ഉണ്ടാവും. These 5 of them are pointed towards the 5 corners of a trigonal bipyramid. ഒരു ട്രയഗണൽ ബൈപിരമിഡിൻ്റെ 5 കോർണറുകളിലേക്ക് ഇതിനെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു. ഈ 5 sp3d ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകളെയും ഒരു ട്രയഗണൽ ബൈപിരമിഡിൻ്റെ 5 കോർണേഴ്സിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ വരച്ച് കാണിക്കുമ്പോൾ ഈ PCl5 മോളിക്യൂൾസ് എടുത്തിട്ട് നമ്മൾ വരച്ച് കാണിക്കുമ്പോൾ ഇങ്ങനെ പറയും. അപ്പോൾ ഇവിടെ മേക്കിംഗ് ആൻ ആംഗിൾ 120 ഡിഗ്രി, ഇവിടെ മേക്കിംഗ് ആൻ ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ sp3d ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡൈസേഷന് 2 ബോണ്ട് ആംഗിൾ ഉണ്ട്, 120 ഡിഗ്രിയും 90 ഡിഗ്രിയും. ഇതിൽ 3 PCl ബോൺസ്, PCl 3 PCl bonds are lie in the same plane making an angle 120 degree are called equatorial bonds. Equatorial bonds. ഇത് നമ്മൾ ഇക്വിറ്റോറിയൽ ബോൺസ് എന്നാണ് വിളിക്കുന്നത്. 2 of them are perpendicular to this plane. ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് മേക്കിംഗ് 90 ഡിഗ്രി ആംഗിൾ 2 PCl bonds are there. They are called axial bonds. അവരറിയപ്പെടുന്നത് ആക്സിയൽ ബോൺസ് എന്നാണ്. They are called axial bonds. അപ്പോൾ ഇക്വിറ്റോറിയൽ ബോൺസ് ഉണ്ട്, ആക്സിയൽ ബോൺസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു 3 PCl bonds are lie in the same plane making an angle 120 and 2 PCl bonds are perpendicular to the plane making an angle 90 degree. These PCl bonds are called equatorial bonds and these PCl bonds are called axial bonds. അപ്പോൾ 3 ഇക്വിറ്റോറിയൽ ബോണ്ടും 2 ആക്സിയൽ ബോണ്ടും ഉണ്ട്. 3 ഇക്വിറ്റോറിയൽ ബോണ്ടും 2 ആക്സിയൽ ബോണ്ടും ഉണ്ട്. ഇനി ഈ ആക്സിയൽ ബോണ്ടിൻ്റെ ബോണ്ട് ലെങ്ത്, ദ ആക്സിയൽ ബോണ്ട്സ് ആർ സ്ലൈറ്റ്ലി ഇലോങ്ങേറ്റഡ് ദാൻ ദാറ്റ് ഓഫ് ഇക്വിറ്റോറിയൽ ബോണ്ട്സ്. ഇക്വിറ്റോറിയൽ ബോണ്ട്സിനേക്കാൾ കുറച്ച് ഇലോങ്ങേറ്റഡ് ആണ് ഈ ആക്സിയൽ ബോണ്ട്സ്. കാരണം ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റർ റിപ്പൾഷൻ ഫ്രം അതർ ബോണ്ട്സ് ഇൻ ആക്സിയൽ പൊസിഷൻ. അല്ലെങ്കിൽ നമ്മൾ പറയും ആക്സിയൽ ബോണ്ട്സ് സഫർ മോർ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഫ്രം ഇക്വിറ്റോറിയൽ ബോണ്ട്സ്. ആക്സിയൽ ബോണ്ട്സിലേക്ക് മറ്റ് ബോണ്ടുകളിൽ നിന്നും കുറച്ച് കൂടുതൽ റിപ്പൾസീവ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനാൽ ഈ ആക്സിയൽ ബോണ്ട്സ് സ്ലൈറ്റ്ലി ഇലോങ്ങേറ്റഡ് ആണ്. ഒന്നുകൂടെ, ദ ആക്സിയൽ ബോണ്ട് ലെങ്ത് ഈസ് ലാർജർ ദാൻ ഇക്വിറ്റോറിയൽ ബോണ്ട് ലെങ്ത് ബിക്കോസ് ഓഫ് ഗ്രേറ്റർ റിപ്പൾഷൻ ഫ്രം അതർ ബോണ്ട്സ് ഇൻ ആക്സിയൽ പൊസിഷൻ. ഓർമ്മ ഇങ്ങനെ പറയാം, ആക്സിയൽ ബോണ്ട്സ് സഫർ മോർ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഫ്രം ഇക്വിറ്റോറിയൽ ബോണ്ട്സ്. അതുകൊണ്ട് തന്നെ ഈ ആക്സിയൽ ബോണ്ട്സ് വീക്കാണ്, ആക്സിയൽ ബോണ്ട്സ് വീക്കായിരിക്കും. ദെർഫോർ PCl5 മോളിക്യൂൾ ഈസ് ഹൈലി റിയാക്റ്റീവ്. PCl5 മോളിക്യൂൾ ഹൈലി റിയാക്റ്റീവ് ആണ്. ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വൈ PCl5 മോളിക്യൂൾ ഈസ് ഹൈലി റിയാക്റ്റീവ്? എന്തുകൊണ്ട് PCl5 മോളിക്യൂൾ ഹൈലി റിയാക്റ്റീവ് ആണ്? അപ്പോൾ നമ്മൾ പറയും the PCl5 molecule is highly reactive because കാരണം the axial bonds suffer more repulsive interaction from equatorial bonds. So the axial bonds are slightly elongated, hence these are weaker bonds. So PCl5 molecule is highly reactive.
ഒന്നുകൂടെ നോക്കാം. നമ്മൾ പറയുന്നത് sp3d ഹൈബ്രിഡൈസേഷനെ കുറിച്ചാണ്. ദിസ് ഹൈബ്രിഡൈസേഷൻ ഈസ് ഫോംഡ് ബൈ ദ ഇൻ്റർമിക്സിംഗ് ഓഫ് 1s 3p and 1d. The hybridization is formed by the intermixing of 1s, 3p and 1d. As a result, 5 equivalent sp3d hybridized orbitals are formed. These sp3d hybridized orbitals are directed towards or point towards the 5 corners of a trigonal bipyramid. ഒരു ട്രയഗണൽ ബൈപിരമിഡിൻ്റെ കോർണറുകളിലേക്കാണ് ഇതിനെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്തത് PCl5 മോളിക്യൂളാണ്. ഇൻ PCl5 മോളിക്യൂൾ സെൻട്രൽ ആറ്റം ഈസ് P having the ground state configuration this one. In order to explain the pentavalency of phosphorus, one of the electron from 3s is promoted to vacant 3d. ഇവിടുന്ന് ഇലക്ട്രോണിനെ കൂടെ വേക്കൻറ്റ് 3dയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടും. These S and P and D. These S means this 1s, that is 3s, and 3p, that is 3p, and 1 3d are intermixers to form 5 sp3d hybridized orbitals. Each of the sp3d hybridized orbitals are overlapped with the p orbital of chlorine. ഈ ഓരോ sp3d hybridized ഓർബിറ്റലുകളും ക്ലോറിൻ്റെ p ഓർബിറ്റലുമായി ഓവർലാപ്പ് ചെയ്യും. ആസ് എ റിസൾട്ട് 5 PCl bonds are formed. PCl bonds 5 എണ്ണം ഉണ്ടാവും. 5 PCl bonds are formed. Among these, 3 of them are lie in the same plane. 3 എണ്ണം ഒരേ പ്ലെയിനിലാണ്. Making an angle 120 degree called equatorial bonds. 2 of them are perpendicular to this plane, making an angle 90 degree called axial bonds. അപ്പോൾ 2 ബോണ്ട് ആംഗിൾ ഉണ്ട്, 120യും 90യും. The axial bonds suffer more repulsive interaction from other bonds. So these are slightly elongated, hence this molecule is highly reactive. Why PCl5 molecule is highly reactive എന്നൊരു ക്വസ്റ്റ്യൻ ഒത്തിരി തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നോട്ടിനകത്ത് എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത്. കാര്യം മനസ്സിലായല്ലോ. ഇതാണ് PCl5 മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ sp3d ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വേറൊരു മോളിക്യൂൾ എടുക്കുന്നു, SF6 സൾഫർ ഹെക്സ ഫ്ലൂറൈഡ്. SF6 സെൻട്രൽ ആറ്റം S, കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3px, 3py, 3pz. അടുത്തത് വേക്കൻറ്റ് 3d. അപ്പോൾ സൾഫറിൻ്റെ ഹെക്സാ വാലൻസി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സൈറ്റഡ് കോൺഫിഗറേഷൻ പറയുമ്പോൾ one of the electron from 3p is promoted to 3d. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ എക്സൈറ്റഡ് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എഴുതുന്നുള്ളൂ. ഇങ്ങനെ എഴുതാം, Ne 6 ലെറ്ററിന് 10 നിയോൺ, 3s, 3px, 3py, 3pz, d 5 എണ്ണം ഉണ്ട്. ഈ 3sൽ നിന്ന് ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് 3dയിലോട്ട് വരും. ഈ 3px2ൽ നിന്ന് ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് 3dയിലോട്ട് വരും. ഇതിവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എക്സൈറ്റഡ് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും, ഈ പറഞ്ഞ എസും 3pയും ഈ 2dയും ഇത്രയും കൂടെ ഇൻ്റർമിക്സ് ചെയ്യും. ഇത്രയും കൂടെ ഇൻ്റർമിക്സ് ചെയ്യുമ്പോൾ ഒരു എസ്, 3p, 2d. അപ്പോൾ sp3d2, 3 2 5 1 6 sp3d2 ഉണ്ടാവും. അടുത്ത ഹൈബ്രിഡൈസേഷൻ്റെ പേര് sp3d2 ഹൈബ്രിഡൈസേഷൻ. sp3d2 ഹൈബ്രിഡൈസേഷൻ.
This hybridization is formed by the intermixing of 1s, 3p and 2d. As a result, 6 identical sp3d2 hybridized orbitals are formed, which adopt an octahedral arrangement. ഒരു ഒക്ടാഹെഡ്രൻ്റെ കോർണറിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യും. പിന്നെ നമ്മൾ ഒരു ഒക്ടാഹെഡ്രൻ്റെ കോർണറിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഒരു ഒക്ടാഹെഡ്രൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഇതിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് ജോമെട്രി. എല്ലാ ബോണ്ട് ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആംഗിളുള്ള ഒരു ഒക്ടാഹെഡ്രൽ അറേഞ്ച്മെൻറ്റ് ഒക്ടാഹെഡ്രൻ്റെ കോർണറിലേക്ക് ഈ sp3d2നെ ഹൈബ്രിഡൈസ് ചെയ്യും. ഈ ഓരോ sp3d2വും സൾഫർ ആറ്റത്തിനകത്തുള്ള ഓരോ sp3d2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകളും ഫ്ലൂറിൻ്റെ p ഓർബിറ്റലുമായിട്ടാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. അപ്പോൾ SF സിഗ്മ ബോൺസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ sp3d2 ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നു, ദിസ് ഹൈബ്രിഡൈസേഷൻ ഈസ് ഫോംഡ് ബൈ ദ ഇൻ്റർമിക്സിംഗ് ഓഫ് 1s, 3p ആൻഡ് 2d. ആസ് എ റിസൾട്ട് 6 equivalent sp3d2 hybridized orbitals are formed. These 6 of them are directed towards the corners of an octahedron, making an angle 90 degree. Each of the sp3d2 hybridized orbitals of sulfur atom overlapped with p orbital of fluorine atom to make 6 sf sigma bonds. 6 sf sigma bonds ഉണ്ടാക്കും. അപ്പോൾ sp3d2 ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? അതിന് ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ്, 90 ഡിഗ്രി ബോണ്ട് ആംഗിളാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ഹൈബ്രിഡൈസേഷനുകളെന്ന് പറയുന്നത് sp2, sp3, sp3d1 അല്ലെങ്കിൽ sp3d, sp3d2. ഇനി നിങ്ങൾ 12th വരുമ്പം d2sp3 എന്ന് പഠിക്കും. sp3d2ഉം d2sp3 തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ അവിടെ പറയും. അപ്പോൾ ഇതാണ് നമുക്ക് 11th പഠിക്കാനുള്ള ഹൈബ്രിഡൈസേഷൻസ്. ഇനിയിപ്പോൾ ഒരു എൻട്രൻസ് എക്സാമിനേഷന് ചോദിക്കുകയാണ്, NH4+ ഈ മോളിക്യൂളിലെ ഹൈബ്രിഡൈസേഷൻ എന്തോന്നാണ്, അല്ലെങ്കിൽ HNO3 ഈ മോളിക്യൂളിലെ ഹൈബ്രിഡൈസേഷൻ എന്തോന്നാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പം നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള നേരം അപ്പോഴേ കാണില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എളുപ്പമാർഗ്ഗമുണ്ട്. ഇതിലെ സെൻട്രൽ ആറ്റം എടുക്കണം, നൈട്രജൻ. ഇതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എണ്ണം എടുക്കണം 5. ഹൈഡ്രജൻ, അതിലെ വാലൻസ് ഇലക്ട്രോൺ എണ്ണം 1. അങ്ങനത്തെ 4 ഹൈഡ്രജനുണ്ട്. അപ്പോൾ 4 എണ്ണം. 5 4 കൂട്ടിയാൽ 9. മണ്ടലൊരു പ്ലസ് ചിഹ്നമുണ്ട്. പ്ലസ് ചിഹ്നം വന്നാൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു എന്നാണ്. ഒരു പ്ലസ് ചിഹ്നം ഉള്ളതുകൊണ്ട് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, പോയിട്ട് 8 ഉണ്ടോ? ഈ മോളിക്കൂളാണെങ്കിൽ ഹൈഡ്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺ എണ്ണം 1, നൈട്രജൻ്റെ 5, ഓക്സിജൻ്റെ വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം 6 അങ്ങനത്തെ 3 ഓക്സിജൻ 18. എല്ലാം കൂടെ കൂട്ടണം. 8 5 13, 1 14, 4 ശിഷ്ടം 1, 1 2 24. ഇങ്ങനെ കൂട്ടിയെടുക്കും. മോളിക്കൂളിലെ ആറ്റങ്ങളുടെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടിയെടുക്കണം. ഇവിടെ 8 കിട്ടി, ഇവിടെ 24 കിട്ടി. ഇത് നമ്മൾ ചെയ്യേണ്ടത് 2 മുതൽ 8 വരെ ആണെങ്കിൽ, ഇലക്ട്രോണുകളുടെ എണ്ണം 2 മുതൽ 8 വരെ ആണെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9 മുതൽ 56 വരെ ആണെങ്കിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 മുതൽ 8 വരെ ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9 മുതൽ 56 വരെ ആണെങ്കിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ മോളിക്കൂളിൽ 8 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 2 8. ഇവിടെ നമുക്ക് 24 അല്ലേ, 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 8 3 24. ഉത്തരം 4 കിട്ടി. ആൻസർ 4 ആണെങ്കിൽ 4 എണ്ണമുള്ള ഹൈബ്രിഡൈസേഷൻ. 4 എണ്ണമുള്ള ഹൈബ്രിഡൈസേഷൻ ഏതാണ്? sp3.
ഒരു എസും 3 പിയും കൂടെ ചേർത്ത് sp3. അപ്പോൾ ഈ മോളിക്യൂളിലെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ 3 അല്ലേ? അപ്പോൾ 3 എണ്ണമുള്ള ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഈ മോളിക്യൂളിലെ ഹൈബ്രിഡൈസേഷൻ 3 എണ്ണമുള്ള ഏതാണ്? sp2. വേണ്ട. ഇപ്പോൾ നമ്മൾ പറഞ്ഞ SF6 എടുത്ത് നോക്ക്. സൾഫറിൻ്റെ ഔട്ടർ ഷെല്ലിൽ സൾഫർ എന്ന് പറയുന്നത് 16 ആണ്. 2, 8, 6. അപ്പോൾ 6. ഫ്ലൂറിൻ്റെ ഔട്ടർ ഷെല്ലിൽ ഫ്ലൂറിന് 9 ആണ്. 2, 7. അപ്പോൾ 7 എണ്ണം ഉണ്ട്. അങ്ങനത്തെ 6 എണ്ണം ഉണ്ട്. ശരി തന്നെ. ഫ്ലൂറിൻ്റെ ഔട്ടർ ഷെല്ലിൽ 7 ആണ്. അങ്ങനത്തെ 6 ഫ്ലൂറിനുണ്ട്. 42 കൂട്ടമം 48. ഈ ലിമിറ്റിനകത്തല്ലേ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആറ് 8 48 ഡിവൈഡ് ചെയ്യും. അപ്പോൾ 6, 8, 48. 6 എന്ന് വന്നു. 6 എന്നുള്ള ഹൈബ്രിഡൈസേഷൻ ഏതാണ്? S1 P3. അപ്പോൾ 3, 4, 2, 6. sp3d2. sp3d2 വേണ്ട കണ്ടുപിടിച്ചൂടെ? CH4 എന്ന് പറയുന്ന മോളിക്യൂൾ നോക്ക്. കാർബൺ ഔട്ടർ ഷെല്ലിൽ 4, ഹൈഡ്രജൻ ഔട്ടർ ഷെല്ലിൽ 1. അങ്ങനെ 4 എണ്ണാകുമ്പം 4, 4, 8. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4, 2, 8. sp3. നമ്മുടെ BeF2 നോക്ക്. ബെറിലിയത്തിൻ്റെ ഔട്ടറിൽ 2, ഫ്ലൂറിൻ്റെ ഔട്ടറിൽ 7, 14, 16 എന്ന് കിട്ടി. 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2, 8, 16. 2 എണ്ണം. 2 എണ്ണമുള്ള ഹൈബ്രിഡൈസേഷൻ ഏത്? sp. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഹൈബ്രിഡൈസേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ മാർഗ്ഗം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് നമ്മൾ എൻട്രൻസ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെ ചെയ്യും. വേറൊന്ന് 2 എക്സാമ്പിൾസ് നമുക്ക് ഹൈബ്രിഡൈസേഷൻ്റെ ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ഒന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. വേറെ 2, 3 എക്സാമ്പിൾസ്. H2S ഹൈഡ്രജൻ്റെ 1 വാലൻസ് ഷെൽ ഇലക്ട്രോൺ എണ്ണം 2 എണ്ണം ഉള്ളതുകൊണ്ട് 2. സൾഫറിൻ്റെ ഔട്ടറിൽ 6, 8. 2 കിട്ടി. 4 എന്നുള്ള ഹൈബ്രിഡൈസേഷൻ ഏത്? sp3. പറഞ്ഞൂടെ? 4 എന്നുള്ള ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആണ്. ClF3. CLൻ്റെ ഔട്ടറിൽ 7, Fൻ്റെ ഔട്ടറിൽ എത്ര? 7. അങ്ങനത്തെ 3 എണ്ണം. 3, 21. 21, 7, 28. 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 28 ആണ്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3, 8, 24. 24, 4, 28. ഈ 4 എന്ന് പറയുന്നത് നമ്മുടെ 2നും 8നും ഇടയിലാണെങ്കിൽ 2 കൊണ്ടും 9നും 59നും ഇടയിലാണെങ്കിൽ 8 കൊണ്ടുമാണ് പറഞ്ഞത്. അപ്പോൾ ഈ 4 എന്ന് പറയുന്നത് ഈ ലിമിറ്റിനകത്തല്ലേ വരുന്നത്. അപ്പോൾ ഇതിനെ വീണ്ടും എന്ത് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2, 2, 4. റിമൈൻഡർ 0. അപ്പോൾ ഈ 2ഉം ഈ 3 കൂടെ ആഡ് ചെയ്യണം. ഈ ഹരണഫലവും ഈ ഹരണഫലവും ആഡ് ചെയ്യണം. 5. 5 ആകുമ്പോൾ ഹൈബ്രിഡൈസേഷൻ ഏത്? sp3d. sp3d ഹൈബ്രിഡൈസേഷനാണ്. അപ്പോൾ നമുക്കിങ്ങനെ മോളിക്യൂളുകളുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എളുപ്പത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനുണ്ട് ഇവിടുന്ന്. ഇപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് CH. ദാ ഈ മോളിക്യൂള് അതൊരു ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന മോളിക്യൂളാണ്. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന മോളിക്യൂളുകളുടെ പേര് എന്താണെന്നുള്ളത് നമ്മൾ +1 പഠിക്കും. ഈ ബോണ്ടിന് പ്രയോറിറ്റി ഉണ്ട്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ കാര്യം പഠിക്കും. അത് അപ്പോഴും പഠിക്കാം. തൽക്കാലം ഈ മോളിക്യൂൾ നോക്കുക. ഈ മോളിക്യൂളിലെ ഓരോ കാർബൺ ആറ്റങ്ങളും ഏത് ഹൈബ്രിഡൈസേഷനിലാണ്? ഈച്ച് കാർബൺ ആറ്റംസ് ആർ ഇൻ വിച്ച് ഹൈബ്രിഡൈസേഷൻ ആൻഡ് ഹൗ മെനി സിഗ്മ ബോൺസ് ആൻഡ് പൈ ബോൺസ് ആർ ഹിയർ.
ഇവിടെ എത്ര സിഗ്മ ബോണ്ടുകളും പൈ ബോണ്ടുകളും ഉണ്ട് എന്നും ചോദ്യം വന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഈ കാർബണിന് എത്ര ആറ്റങ്ങളുമായി ബോണ്ട് ഉണ്ടാക്കാൻ നോക്കണം. ഈ കാർബൺ എത്ര ആറ്റങ്ങളുമായി ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നോക്കണം. നോക്കാം. ഈ കാർബണിന് H3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ഈ കാർബണിന് ഒരു കാർബൺ ആറ്റവുമായും 3 ഹൈഡ്രജൻ ആറ്റവുമായും ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മൊത്തം 4 ആറ്റങ്ങളുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാർബൺ ഈ ഒരു കാർബൺ ആറ്റവുമായും മറ്റ് 3 ഹൈഡ്രജൻ ആറ്റവുമായും മൊത്തം 4 ആറ്റങ്ങളുമായി ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാർബൺ 4 എണ്ണമുള്ള ഹൈബ്രിഡൈസേഷനിലായിരിക്കും, sp3. ഇനി ഈ കാർബൺ നോക്കൂ, ഇങ്ങനെയല്ലേ ഇതിൻ്റെ അർത്ഥം. ഈ കാർബണിന് എത്ര ആറ്റങ്ങളുമായിട്ട് ബോണ്ട് ഉണ്ടാക്കണം? ഈ കാർബണിന് ഈ കാർബൺ ആറ്റവുമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കണം, ഈ ഹൈഡ്രജൻ ആറ്റവുമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കണം, ഈ കാർബൺ ആറ്റവുമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കണം. എത്ര ബോണ്ട് ഉണ്ടാക്കുന്നതല്ല, എത്ര ആറ്റങ്ങളുമായി ബോണ്ട് ഉണ്ടെന്നാണ്. ഈ ഹൈഡ്രജൻ ആറ്റവുമായിട്ടൊരു ബോണ്ട്, ഈ കാർബൺ ആറ്റവുമായിട്ടും ബോണ്ട്, ഇവിടുത്തെ കാർബൺ ആറ്റവുമായിട്ടും ബോണ്ട്. അങ്ങനെ മൊത്തം 3 ആറ്റങ്ങളുമായിട്ട് ബോണ്ടുണ്ട്. അപ്പോൾ ഈ കാർബൺ sp2. ഈ കാർബൺ നോക്കൂ, ഈ കാർബണുമായിട്ട് ബോണ്ട്, ഈ കാർബണുമായിട്ട് ബോണ്ട്, ഈ എച്ചുമായിട്ട് ബോണ്ട്, sp2. ഈ കാർബൺ നോക്കൂ, ഈ കാർബൺ ആറ്റവുമായിട്ടൊരു ബോണ്ട്, ഈ കാർബണായിട്ടും ബോണ്ട്, 2 ആറ്റങ്ങളുമായിട്ടേ ബോണ്ടുള്ളൂ. അപ്പോൾ sp. ഇനി ഈ കാർബൺ നോക്കൂ, ഈ എച്ചുമായിട്ട് ബോണ്ട്, ഈ സിയുമായിട്ട് ബോണ്ട്, അപ്പോൾ sp. ഓരോ കാർബൺ ആറ്റങ്ങളും ഏത് ഹൈബ്രിഡൈസേഷനിലാണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ എത്ര സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൾ സിംഗിൾ ബോണ്ട്സ് ആർ സിഗ്മ. ഡബിൾ ബോണ്ട് വന്നാൽ ഒരു സിഗ്മയും ഒരു പൈയും. ട്രിപ്പിൾ ബോണ്ട് വന്നാൽ ഒരു സിഗ്മയും 2 പൈയും. ഒരു സിഗ്മയും 2 പൈയും. അപ്പോൾ സിംഗിൾ ബോണ്ടാണ്. 1 2 3 4 5. ഡബിൾ ബോണ്ടിൽ ഒരെണ്ണം 6. ഈ എച്ചുമായിട്ടൊരു ബോണ്ടുണ്ട് 7 8. ഇവിടെ ഒരു സിഗ്മ 9. ഈ എച്ചുമായിട്ട് സിഗ്മ 10. മനസ്സിലായോ? ഇതെല്ലാം ഇതണക്ക് വരയ്ക്കാം. 1 2 3 4 5. ഡബിൾ ബോണ്ടിലൊരു സിഗ്മ 6 7 8. ട്രിപ്പിൾ ബോണ്ടിലൊരു സിഗ്മ 9 10. അപ്പോൾ 10 സിഗ്മ ബോണ്ടുണ്ട്. എത്ര പൈ ബോണ്ടുണ്ട്? ഇവിടെ ഒരു പൈ, ഇവിടെ 2 പൈ, 3 പൈ ബോണ്ടും ഉണ്ട്. അപ്പോൾ ഈ മോളിക്യൂളിലെ മൊത്തം സിഗ്മ ബോണ്ടുകളുടെ എണ്ണം 10, പൈ ബോണ്ടുകളുടെ എണ്ണം 3. ഈച്ച് കാർബൺ ആറ്റംസ് ആർ അണ്ടർ ദീസ് ഹൈബ്രിഡൈസേഷൻസ്. ഇങ്ങനെയും പറഞ്ഞൂടെ? അപ്പോൾ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ വേറെയും മാർഗ്ഗങ്ങളുണ്ട്. പല പല മാർഗ്ഗങ്ങളായിരിക്കും ഓരോ അധ്യാപകരും പറയുന്നത്. അപ്പോൾ നമ്മൾ ഹൈബ്രിഡൈസേഷനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇൻ്റർമിക്സിങ് ഓഫ് അറ്റമിക് ഓർബിറ്റൽസ് ആണ്. ആ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന അറ്റമിക് ഓർബിറ്റലുകൾ തമ്മിൽ സൈസിലും ഷേപ്പിലും എനർജിയിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ അവരെല്ലാം കൂടെ കൂടിച്ചേർന്നുണ്ടാകുന്ന ഓർബിറ്റൽസ്, ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് പറയുന്നത് ഇക്വലൻറ്റ് ഇൻ ഓൾ റെസ്പെക്റ്റ് ആണെന്ന് പറഞ്ഞു. ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞു. ഒരു വലിയ സെക്ഷനാണ് കഴിഞ്ഞത്, ഹൈബ്രിഡൈസേഷൻ.